യേശുദാസ് ഇവിടെ നിന്ന്, അതായത് പള്ളുരുത്തിൽ നിന്ന് നടന്ന് എല്ലാ ദിവസവും തൃപ്പൂണിത്തുറ പോവും. അവിടെ പോയി വായ്പാട്ട് പഠിച്ച് തിരിച്ചു വരും. ആ സമയത്ത് ഞാനിവിടെയുള്ള പല സംഗീത സഭകളിലെയും പാട്ട് പാടുന്നതാണ്. ഇവിടെ പ്രത്യേകിച്ചുണ്ടായിരുന്നത് ഉണ്ണിമേശിയ പള്ളി, അതായത് ഹൈക്കോർട്ടിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്. അവിടെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഒരു ബോസ്കോ കലാസമിതി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. അതിൻ്റെ ഇൻചാർജ് ആയിരുന്നത് ഫാദർ ഇമ്മാനുവൽ ലോപ്പസ് എന്ന് പറഞ്ഞ അച്ഛനായിരുന്നു. അദ്ദേഹം പിന്നീട് മോൺസിഞ്ഞോർ ലോപ്പസ് ആയി, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ കീഴിലും അദ്ദേഹത്തോടൊപ്പം ഒരു ഫാദർ മൈക്കിൾ പനക്കൽ എന്ന് പറഞ്ഞ ഒരച്ഛനുണ്ടായിരുന്നു. പനച്ചിക്കലല്ല, മൈക്കിൾ പനക്കൽ. അച്ഛനും ഈ എന്താ അന്നത്തെ വലിയ സെമിനറി ആയിരുന്നു, കാൻഡി സെമിനറി, ഇവിടെ സിലോണിൽ. അവിടെ പോയി പഠിച്ചു വന്നിട്ട് ചെറുപ്പക്കാരെ വഴിതെറ്റാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി കലയും സ്പോർട്സൊക്കെ അടങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയ ഒരു ക്ലബ്. അതിൻ്റെ പേരാണ് ബോസ്കോ. ബോസ്കോ എന്ന് വെച്ചാൽ ഡോൺ ബോസ്കോയുടെ ബോസ്കോ, ബോസ്കോ കലാസമിതി. അപ്പോൾ അവിടെ എന്നെ ഒരു ദിവസം എൻ്റെ അമ്മയുടെ ആങ്ങളമാർ, അവർ ടാറ്റ കമ്പനിയിൽ ജോലിക്കാരായിരുന്നു. അപ്പോൾ അവർക്ക് ചിലപ്പോഴൊക്കെ ചില രാത്രികളിൽ ആരാധനയുണ്ടായിരുന്നു ഈ കപ്പൽ പള്ളിയിൽ. അന്ന് കപ്പൽ പള്ളിയിലല്ല പറഞ്ഞിരുന്നത് നടുവിലപ്പള്ളി എന്നാണ്. തെക്കേപ്പള്ളി, വടക്കേപ്പള്ളി, നടുവിലപ്പള്ളി. അപ്പോൾ നടുവിലപ്പള്ളിയിൽ ഒരു രാത്രി എൻ്റെ അമ്മാവൻ എന്നെ കൊണ്ടുപോയിട്ട്, എടാ ഇവിടെ ആരാധനയ്ക്ക് നീ പാടിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് അന്ന് അക്കാലത്ത് നമ്മുടെ സ്വന്തമായ ട്യൂൺസൊന്നും ഇല്ലായിരുന്നു. നല്ല ഹിന്ദി ട്യൂൺസ് എടുത്തിട്ട് എൻ്റെ അമ്മാവൻ MS ജോൺ, മൂഞ്ഞപ്പള്ളി സെബാസ്റ്റ്യൻ ജോൺ എന്ന് പറഞ്ഞ ആൾ നല്ല പാട്ടുകൾ എഴുതുമായിരുന്നു. എന്നിട്ടത് എന്നെ കൊണ്ട് പള്ളിയിൽ പാടിപ്പിക്കുകയായിരുന്നു. അപ്പം അന്ന് ഞാൻ പാടിയപ്പോൾ ഈ മൈക്കിൾ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു, ഇവൻ കൊള്ളാമല്ലോ, ഇവന് അന്ന് എനിക്ക് എത്ര വയസ്സുണ്ട് സാർ, ഞാൻ വല്ല 9 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവന് പാട്ട് കൊള്ളാം, പക്ഷെ അവിടെ ഇവിടെ താളം പോകുന്നുണ്ടെന്ന് അവനെ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അന്ന് അച്ഛൻ ഇവിടെ സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൻ്റെ ഒരു ഹോസ്റ്റലുണ്ടായിരുന്നു, പയസ്റ്റൻത്ത് ഹോസ്റ്റൽ. അവിടെ ഇരുന്നു. അപ്പോൾ എൻ്റെ അമ്മാവനെ കൊണ്ടുവന്ന് അച്ഛൻ ഹാർമോണിയം വായിച്ചെന്നെ കൊണ്ട് വീണ്ടും പാടിച്ച് ചില താളം പോകുന്നതൊക്കെ കറക്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ അച്ഛനുമായിട്ട് ബന്ധപ്പെടുന്നത്. അച്ഛൻ പറഞ്ഞു, ഇവിടെ നമ്മുടെ ബോസ്കോ കലാസമിതിയിൽ ഇവൻ വരട്ടെ, അവിടെ ജോബും ജോർജും ഉണ്ട്. അത് അല്ലിയാമ്പൽ കടവിൽ നിന്നുള്ള പാട്ടുണ്ടാക്കിയ ജോബ് മാഷ്. പിന്നെ അവിടുത്തെ ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചിരുന്ന ജോർജ് സാറും, അദ്ദേഹം ഒരു മൃദംഗം സ്പെഷ്യലിസ്റ്റായിരുന്നു. അപ്പോൾ ഇവിടേക്ക് കൂടെ ഇപ്പം പാടട്ടെ. പിന്നെ അവിടെ നല്ല പൊക്കമുള്ള ഈ ആംഗ്ലോ ഇന്ത്യൻസ് ഗിറ്റാറും ബാൻജോയും പിന്നെ അതും ഇതൊക്കെ വായിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. തബല വായിക്കാൻ ഒരു ഗോപാല മാസ്റ്റർ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടിയുള്ള ഒരു എന്താ പറയുക, ഒരു നല്ലൊരു സെറ്റപ്പായിരുന്നു, മ്യൂസിക്കൽ സെറ്റപ്പ്. അവിടെ ഞാനായിരുന്നു മെയിൻ സിംഗർ. വലിയ വേറെ പാട്ടുകാർ, ഗ്രൗണ്ട് പാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ഇത്തിരിക്കില്ലാത്ത പയ്യൻ പാടുമ്പോൾ ആളുകൾക്കൊരു ഹരം. അങ്ങനെ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനായി ഞാൻ കൊച്ചിയിൽ, എറണാകുളം, കൊച്ചി ഫോർട്ട് കൊച്ചി. ഞാൻ ജനിച്ച ഫോർട്ട് കൊച്ചിയിലാണ്, പക്ഷേ എറണാകുളത്ത് എൻ്റെ അമ്മയുടെ വീട്ടിൽ വളർന്നു. അങ്ങനെ ഐ വാസ് ദി സിംഗർ ഓഫ് കൊച്ചിൻ ബിഫോർ യേശുദാസ് വാസ്. അപ്പോൾ യേശുദാസ് വാസ് ബിസി ഗോയിങ് സ്റ്റഡിങ് മറ്റേ. എനിവേ, ഞാനിത് എടുത്തു പറയാൻ കാര്യം, ആളുകൾക്ക് ഹിസ്റ്ററി അറിഞ്ഞുകൂടാ, കുറേയൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക് ഒന്നുമില്ല, എന്ത് കേട്ടാലും അപ്പം തന്നെ പഠിച്ചെടുത്ത് പാടും, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. ഇവിടെ നിന്ന് തുടങ്ങി. പിന്നെ ഞാൻ ട്രഡീഷണൽ കാത്തലിക് ഫാമിലിയിലായിരുന്നതുകൊണ്ടും എൻ്റെ അമ്മാവനൊരു അച്ഛനായിരുന്നതുകൊണ്ടും എൻ്റെ അമ്മമ്മ പറഞ്ഞു, ഇവൻ വികൃതിയല്ല, അവൻ മരത്തിൽ കയറില്ല, അവൻ സൈക്കിൾ ചവിട്ടില്ല, അവൻ ഈ മതിൽ ചാടില്ല, ഇവൻ അച്ഛനാവും. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛനാകാനായിട്ട്, മിഷണറി അച്ഛനാകാൻ വടക്കേന്ത്യയിലേക്ക് പോയി. അവിടെ ജർമ്മൻകാരച്ഛന്മാരായിരുന്നു. അവർക്ക് എന്നെ കണ്ടപ്പോൾ ആദ്യത്തെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇവനെക്കുറിച്ച് മ്യൂസിക് ഉണ്ട്. അപ്പോൾ അവരെന്നെ ഉടനെ തന്നെ ഇൻഡോറിലാണ് പോയത്. അപ്പോൾ അവിടുത്തെ
ഓൾ ഇന്ത്യ റേഡിയോയിൽ തബലയുടെ എ ഗ്രേഡ് ആർട്ടിസ്റ്റായ മുഹമ്മദ് ഖാനെ കൊണ്ടുവന്ന് എനിക്കും വേറെ 2-3 പിള്ളേർക്കും കൂടി തബല പഠിക്കാനായിട്ട് ചാൻസ് തന്നു. അങ്ങനെ ആ തബല പഠിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഓർഗൻ പള്ളി, ഞാൻ ഇവിടെ കണ്ണകുന്നത്ത് പള്ളിയിൽ ഓർഗൻ വായിച്ച് കണ്ടിട്ടുള്ള അച്ഛന്മാർ അവരുടെ കൂടി പാടുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അവരെ കോപ്പി അടിച്ച് ഞാനും ചെയ്യുവാനൊക്കെ, പക്ഷേ ഒക്കെ തെറ്റായിരുന്നു. തെറ്റെന്ന് വെച്ചാൽ ഫിംഗറിങ് തെറ്റായിരുന്നു. കോഡ്സൊക്കെ ശരിയായിരുന്നു, സിമ്പിൾ കോഡ്സ്, കോഡ് 1, കോഡ് 4, കോഡ് 5, കോഡ് 1, അല്ലെങ്കിൽ കോഡ് 2, കോഡ്, അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള അതൊക്കെ നമുക്കറിയാം. പക്ഷെ അവിടെ ചെന്നപ്പോൾ അച്ഛന്മാർ പറഞ്ഞു, യു ബെറ്റർ ലേൺ ഇറ്റ് പ്രോപ്പർലി എന്ന് പറഞ്ഞിട്ട് ഒരു മിസ്റ്റർ പെനി, PENNY എന്ന് പറഞ്ഞ ഒരു ആംഗ്ലോ ഇന്ത്യൻ്റെ അടുത്ത് എന്നെ ഏൽപ്പിച്ചു. അദ്ദേഹം എന്നെ പിയാനോ, അതൊക്കെ ഓർഗൻ പഠിപ്പിച്ചു. വേറൊരാൾ എന്നെ പിയാനോ പഠിപ്പിച്ചു. അപ്പോൾ എന്താ വ്യത്യാസം എന്നറിയാം, ഈ ഓർഗൻ എന്ന് പറയുന്നത് നമ്മൾ കൈ കൊണ്ട് അമർത്തണം, അതേക്കുറിച്ച് ഇങ്ങനെ കൊട്ടാൻ പാടില്ല. പക്ഷെ പിയാനോ വായിക്കുന്നത് കൊട്ടലാണ്. ബിക്കോസ് പിയാനോയുടെ അകത്ത് ഒരു ചുറ്റികയുണ്ട്, നമ്മൾ ഇതിന്മേ പിടിച്ച് ഇങ്ങനെ അമർത്തിയാൽ തന്നെ ഒന്നും സംഭവിക്കും. അതിനെപ്പറ്റി ഇങ്ങനെ അമർത്തിയിട്ട് വിടണം. അപ്പോൾ ഈ ചുറ്റിക പോയിട്ട് ആ സ്ട്രിങ്ങിനിട്ട് അടി, അങ്ങനെയാണ് സ്വരം വരുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് ഈ 2 ടെക്നീക്കും പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ അവിടെ ഫ്രം ദ വെരി ഫസ്റ്റ് ഓർ സെക്കൻഡ് മന്ത് ഓൺവേർഡ്സ് അവിടുത്തെ ക്വയർ മാസ്റ്ററായി. അപ്പോൾ അന്ന് എനിക്ക് 16 വയസ്സുണ്ട്. 10 കൊല്ലം സെമിനറിയിലെ ക്വയർ മാസ്റ്ററായിരുന്നു. അപ്പോൾ എനിക്ക് ഈ പള്ളിയിലെ പാട്ട് എത്തരത്തിലുള്ളതായിരിക്കണം, അതായത് പ്രത്യേകിച്ച് ലാറ്റിൻ റൈറ്റിലുള്ള പാട്ടുകൾ എത്തരത്തിൽ, ഇപ്പോൾ സെബസ്ത്യാനോ സൂന്യാളിൻ്റെ പാട്ടുകൾ ഇങ്ങനെ, അല്ലെങ്കിൽ ദുഃഖാചരണ വാരത്തിൽ പാട്ടുകൾ ഇങ്ങനെ, അല്ലെങ്കിൽ മാതാവിൻ്റെ പാട്ടുകൾ ഇങ്ങനെ, ഇങ്ങനെ പലതരം പാട്ടുകളെ പറ്റി ഗാഠമായ അവഗാഹം എനിക്ക് കിട്ടി. വേറെ പ്രത്യേകിച്ച് ഉള്ളതെന്ന് ഞാനിങ്ങനെ ചെയ്ത് ഉദാഹരണത്തിന് ബുക്ക് 2000 പേജുള്ളൊരു പുസ്തകമുണ്ട്. അതിൻ്റെ അകത്ത് നിറച്ചും ഈ ഗ്രഗോറിയൻ ചാൻറ്റ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ മ്യൂസിക്കാണ്. അതായത് കത്തോലിക്ക സഭയിൽ ഏത് ദിവസം പാടേണ്ട പാട്ടും വേണമെങ്കിൽ ആ പുസ്തകത്തിലുണ്ട്. അത് തുറന്നു വെച്ചാൽ മതി, അതുകൊണ്ട് അത് വെച്ചിട്ട് വായിച്ചങ്ങ് പാടുക. അപ്പം ഇങ്ങനെ എനിക്ക് സഭയുടെ സംഗീതത്തെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് എൻ്റെ വൊക്കേഷൻ അച്ഛനാകാനല്ല, സംഗീതമാണെന്നൊരു തോന്നുന്നു. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സഭാധികാരികളോട് പറഞ്ഞു, സെമിനാരിയിലെ അച്ഛന്മാരോട് പറഞ്ഞു, എനിക്ക് സംഗീതത്തിലേക്ക് ഫോക്കസ് ചെയ്യണം. അപ്പോൾ അന്ന് സാരമില്ല, ഇതൊക്കെ ശരിയായിക്കോളും, പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും അവസാനം ഞാൻ അവരോട് നിഷ്കർഷിച്ചിട്ട് അവർ നല്ല ആളുകളായതുകൊണ്ട് എന്നെ ബോംബെയിൽ കൊണ്ടുപോയി വിട്ടു. പറഞ്ഞു അവിടെ അവരുടെ വേറെ അച്ഛൻ്റെ അടുത്ത് എന്നെ കൊണ്ടാക്കിയിട്ട് എനിക്ക് അവിടെ ഒരു ജോലിയൊക്കെ വാങ്ങിത്തന്ന്. അങ്ങനെ ഞാൻ അവിടെ കഴിയുമ്പോൾ ഈ നൗഷാദ് സാഹിബിൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടി നടക്കാനിടയായി, മ്യൂസിക് ഡയറക്ടർ നൗഷാദ്. അങ്ങനെ നോക്കിയപ്പോൾ എടാ, ഞാൻ വിചാരിച്ചത് നൗഷാദ് എന്ന് പറഞ്ഞാൽ ഏത് നൗഷാദാണ്? ഞാൻ ചെറുപ്പത്തിൽ പാട്ട് പാടിയിരുന്ന നൗഷാദനാണ്. നോക്കിയപ്പോൾ അവിടെ ഗൂർഖ ഒന്നുമില്ല, പട്ടിയുമില്ല, ഒന്നുമില്ല. ഞാൻ ഗേറ്റ് തുറന്നകത്താണ് മണിയടിച്ചു. ഒരാൾ വാതിൽ തുറന്നു, കോൺ ഹോ? I said, sir, I am your fan. I am from Kerala. क्या കേരള में कौन गाता है? ഹിന്ദി ഗാനെ कौन गाता है? ഞങ്ങളൊക്കെ കേരളത്തിലെ ആളുകൾ പാടുന്നുണ്ട്. He was not sure. Come in എന്ന് പറഞ്ഞതിനകത്തേക്ക് ഇരുത്തിയിട്ട് വന്നു. अच्छा सुनाओ, एक गाना सुनाओ. कौन सा गाना? सर ये ओल्ड मूवी रतन पाट, अखियां मिला के जिया भरमा के चले नहीं. अच्छा, तुम्हें उर्दू किसने सिखाया? നിന്നെ ആരാ ഉറുദു പഠിപ്പിച്ചത്? സർ ഉറുദു ആരും പഠിപ്പിച്ചൊന്നുമില്ല. ഞങ്ങൾ ഈ ലതാ മങ്കേഷ്കറും മുഹമ്മദ് റഫീം, മുകേഷും സൈക്കിളൊക്കെ പാടുന്ന പോലെ അങ്ങ് കോപ്പി അടിക്കും. അച്ഛാ ദൂസരെ ഗാവ്. അങ്ങനെ ഞാൻ എന്നെ കൊണ്ട് 5-6 പഴയ പാട്ടുകൾ ഞാൻ പാടി. അദ്ദേഹം ഇതൊക്കെ മറന്നിരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, കൊള്ളാം, വാട്ട് യു വാണ്ട് മീ ടു ഡു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ പാട്ട് പാടി വന്ന ആളാണ്, എനിക്കിപ്പോൾ ഒരു പ്ലേ ബാക്ക് സിംഗറാണ്. സോ ഐ വാണ്ട് ടു സിംഗ് ഇൻ ഹിന്ദി ഫിലിംസ്. അപ്പം
അപ്പം അദ്ദേഹം പറഞ്ഞു, എൻ്റെ കണ്ണിൽ ഉറ്റു നോക്കിയിട്ട് പറഞ്ഞു, മുഹമ്മദ് റഫി സാബി ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല. ഓ, ഞാൻ പറഞ്ഞത് തന്നെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചില പാട്ടൊക്കെ മറിച്ചിടാറുണ്ട്. താങ്കളുടെ പാട്ട് തന്നെ ഞാൻ മറിച്ചിടുന്നു. ഏത് പാട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, दुनिया में हम आए हैं तो जीना ही पड़ेगा, जीवन है अगर जहर तो पीना ही पड़ेगा. ഈ പാട്ട് പാടി. അച്ഛാ, ഇതെങ്ങനെ മറിച്ചിടുന്നത്? ഞാൻ പറഞ്ഞു, അങ്ങനെ ഈവൻ ദുനിയാം എന്ന് പറഞ്ഞ മുകളിലേക്ക് പോയപ്പോൾ ഞാൻ दुनिया में हम आए हैं तो जीना ही पड़ेगा, जीवन है अगर जहर तो पीना ही पड़ेगा. इतनी आसान से करते हो, ये कैसा हो सकता है? ऐसा आई डोंट हैव टू थिंक सर, आई जस्ट डू इट. अच्छा अच्छा अच्छा, ठीक है, तो ले लो मेरा टेलीफोन नंबर, ले लो, കബി കബി ബുലായ കരോ, സമയം കിട്ടുമ്പോൾ എന്നെ വിളിക്കുന്നു. അങ്ങനെ ആദ്യത്തെ ദിവസം പിരിഞ്ഞു. ഞാൻ വിചാരിച്ചു ഇവരെയൊന്നും അധികം ഉപദ്രവിക്കരുതല്ല, ഫോൺ നമ്പർ ഒന്നും പറഞ്ഞ് എല്ലാ ദിവസവും വിളിച്ച ആളും മെനക്കണം, മാസത്തിൽ ഒരിക്കൽ വിളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അടുത്ത മാസം വിളിച്ചു. അപ്പം നൗഷാദ് സാഹിബിന് 10 മക്കളുണ്ട്, 3 ആണുങ്ങളും 7 പെണ്ണുങ്ങളും. മൂത്തവൻ്റെ പേരാണ് റഹ്മാൻ, അവൻ്റെ അടിയിൽ ഒരു പെണ്ണാണ്, ഫഹ്മീദ, പേര് മറന്നു. ഷി വാസ് എ കോളേജ് ഗേൾ അറ്റ് ദാറ്റ് ടൈം. അവളുടെ അടിയിൽ വേറൊരു മെലിഞ്ഞ പെണ്ണുണ്ടായിരുന്നു, ഫഹ്മീദ സംതിങ്. അങ്ങനെ പിന്നെ രാജു, ഇപ്പോൾ രാജു നൗഷാദ് എന്ന് പറയുന്ന പയ്യൻ, അവനാവുന്ന 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുകയാണ്. അങ്ങനെ ഇത്തിരിക്കില്ലാത്ത കൊച്ചു വരെയാണ് മക്കൾ. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഏതോ ഒരു കൊച്ചെടുത്തു, പെൺകുട്ടി. അത് ഞാൻ പറഞ്ഞു, നൗഷാദ് സാബ് ഘർ മേ ഹേ, വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. അവള് പറഞ്ഞു, നേ അബ്ബു ഘർ മേ നഹീ ഹേ കുടും. 1 മാസം പോയി. ഇങ്ങനെ ഞാൻ ഓരോ മാസം വിളിച്ചു. പക്ഷെ എനിക്ക് ഫ്ലോറ ഫൗണ്ടനിലാണ് ഈ അച്ഛന്മാർ ജോലി കണ്ടുപിടിച്ചത്. ഒരു ഡോറിക് പെൻ കമ്പനിയിൽ ഒരു ഗുമസ്തനായിട്ട് ഇംഗ്ലീഷിൽ എഴുതണം ലെറ്റർ. അന്ന് എൻ്റെ ഇംഗ്ലീഷ് വാസ് ഗുഡ്, ഹാൻഡ് റൈറ്റിംഗ് വാസ് ഓൾസോ ഗുഡ്. അങ്ങനെ ടൈപ്പിങ്ങിനൊന്നും എന്നെ കൊണ്ട് ചെയ്യിച്ചില്ല. അങ്ങനെ ഞാനത് ഇംഗ്ലീഷിൽ എഴുതി. പക്ഷെ മഹാബോറും ജോലിയാണ് സാർ. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു. അങ്ങനെ മാസം പോയി. 11ാമത്തെ മാസം നൗഷാദ് തന്നെ ഫോൺ എടുത്തു. അച്ഛാ തും അബ്ബി ഹാ ഹേ, ഇപ്പോഴും ഉണ്ടോ? പറഞ്ഞു, സാർ എൻ്റെ സിറ്റുവേഷൻ ഇസ് വെരി ബാഡ്, ഇറ്റ്സ് എ ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷനാണ്. ഐ ഡോണ്ട് ലൈക്ക് ടു ഡു ദിസ് ലെറ്റർ റൈറ്റിംഗ്, ഐ നീഡ് ടു ഡു സംതിങ് വിത്ത് മ്യൂസിക്. അച്ഛാ അച്ഛാ അച്ഛാ, ചലോ നാളെ നീ 8 മണിക്ക് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. കാലത്ത് 8 മണിക്ക് ചെന്നപ്പോൾ अच्छा मैं एक गाना गाता हूँ, उसका नोटेशन ले लो और उसका कॉर्ड्स डालो और उसके ऊपर दूसरा मेलोडी वायलिन को बजाने का इंतज़ाम करो, प्रिपेयर ചെയ്യാൻ അവർ. अच्छा ഐ വാസ് സോ ഹാപ്പി. അദ്ദേഹം ഹാർമോണിയസ് പോയിരുന്നത്, ഞാൻ പേപ്പർ പെൻസിലൊക്കെ ആയിട്ടാണ് പോയത്. അദ്ദേഹം പോയിട്ട് ഇങ്ങനെ ഒരു പാട്ട്, ലാ ലാ ലീ ലാ ലാ ലീ ലാ പായലിയ മോരി രേ ധനി രേ എഴുതി. അതുപോലെ അതിൻ്റെ അന്തരയൊക്കെ എഴുതി വ്യത്യാസം ചെയ്തോളൂ, ഞാൻ മുകളിൽ പോയിട്ട് ഇപ്പോൾ വരാമെന്ന്. അപ്പോൾ ഐ വാസ് സോ ഹാപ്പി. എന്നിട്ട് ആ പിയാനോ അദ്ദേഹത്തിൻ്റെ മുറിയിൽ വലിയ മുറിയാണ്, മൂലയിലൊരു ജർമ്മൻ പിയാനോ ഉണ്ട്, പിന്നെ നടുക്ക് ഒരു റെക്കോർഡ് പ്ലെയർ ഉണ്ട്. HMVക്കാർ ഗിഫ്റ്റ് കൊടുത്താണ്. രത്തൻ എന്ന് പറഞ്ഞ സിനിമ വാസ് സൂപ്പർ ഹിറ്റ്. ആ പാട്ടുകൾ ഒരുപാട് കാശ HMV കമ്പനിക്ക് ഉണ്ടാക്കിയതുകൊണ്ട് നൗഷാദ് സാഹിബിനൊരു ഗിഫ്റ്റ് കൊടുത്ത, അങ്ങനെ റോയൽറ്റി കൂടാതെ. അങ്ങനെ പിന്നെ അദ്ദേഹം നൗഷാദ് സാഹിബ് ഇരിക്കുന്നത് ഇങ്ങനെ ഒരു മൂലക്ക് ഒരു ഹാർമോണിയം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനത് ആദ്യത്തെ പിയാനോയുടെ അടുത്ത് ചെന്നിട്ട് ആദ്യത്തെ കോഡ് അങ്ങിടാൻ പോയിട്ട് പ്രശ്നമായി. ഈ
പായലിയാദർ മഗരിസ പെരിയമ്മ ശുദ്ധഗ ചിന്നരി സ സരിഗമധനി സ. പായില്ല, പായില്ലാതെ കോഡിടാൻ പറ്റില്ല. സഗപ സ എന്നല്ല. ഞാനിരുന്ന് വേർത്തു പോയി, വായിക്കാൻ പറ്റുന്നില്ല. സരിഗ പായില്ലല്ലോ, പായിട്ട രാഗം പോയി. വേർത്ത് കുളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അപകടമാണല്ലോ. ഞാൻ വിചാരിച്ചു പായില്ലാതെ കുറെ കോടങ്ങിട്ടാണ്. അങ്ങനെ പായില്ലാത്ത കുറെ കാർഡ് ഈ രാഗത്തിലുള്ള നോട്ട്സൊക്കെ വെച്ച് തന്നെ കുറെ കോഡ്സ് ഉണ്ടാക്കി അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കൗണ്ടർ മെലഡി വയലിൻ എഴുതി വെച്ചിട്ട് ശ്വാസം കഴിച്ച് അവിടെ ഇരുന്നേ. നൗഷാദ് സാഹിബ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് അടുത്ത് വന്ന ഉടനെ ചോദിച്ചു ചെയ്തോ? ആ യെസ് സർ. അച്ഛാ ആ സുബയ്യ ബോയ് ഇൻ കിച്ചൺ പിന്റോ സാബ്ക്കോ ബുലാവോ എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹത്തിൻ്റെ നെയ്ബർ ഒരു ഗോവൻ മ്യൂസീഷ്യനാണ്, പിന്റോ, മിസ്റ്റർ പിന്റോ, മാർട്ടിൻ പിന്റോ. അപ്പം പിന്റോ സാബ് വരുന്നു. 70 വയസ്സുണ്ട് ആൾക്ക്. പിന്റോ സാബ് ഒരു പഴയ തുണിയിൽ ഒരു വയലിൻ കക്ഷത്ത് വെച്ചുകൊണ്ട് ആശാൻ വരുന്നു. आशा साहब പറഞ്ഞു, अच्छा पिंटू साहब आप वायलिन का पार्ट ये लड़के ने किया है, आप वो बजाइए, मैं हारमोनियम बजाता हूँ, जरी साहब वहाँ पियानो पे इसका कॉर्ड्स डालेगा. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഞാൻ എഴുതിയത് വായിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്റോ സാബ് ഉടനെ കക്ഷത്ത് വെച്ചിട്ട് നടക്കാൻ പുറത്തേക്ക് പോയി. അപ്പം ആഷാ സാബ് പിന്റോ സാബ് ആപ്കോ ക്യാ രായ ഹൈ, എന്താ ഒപ്പീനിയൻ എന്താണ്, ഇവന് വല്ലതും അറിയാമോ എന്നുള്ളതല്ല. ആ ഈ ലടുക്ക ഹീ നോസ് വാട്ട് ഈസ് ഡൂയിങ് എന്ന് മാത്രം പറഞ്ഞു ഇംഗ്ലീഷിൽ. അപ്പം നൗഷാദ് വന്ദൻ നാളെ മുതൽ എല്ലാ ദിവസവും ഇവിടെ 8 മണിക്ക് വരണം കാലത്ത്, ഞാൻ പറയുമ്പോൾ വീട്ടിൽ പോവാം. അങ്ങനെ ഞാൻ നൗഷാദിൻ്റെ അസിസ്റ്റൻ്റായി മാറി. പക്ഷേ എന്നെ കൂടുതൽ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് അസിസ്റ്റൻ്റ് മുഹമ്മദ് ഷഫി എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ടാക്ടീഷ്യൻ അല്ലായിരുന്നതുകൊണ്ട് ആരും ജോലി കൊടുക്കുമായിരുന്നില്ല. അദ്ദേഹം ഇപ്പോൾ പ്രൊഡ്യൂസറിനോടൊക്കെ പറയുമോ തനിക്കൊന്നും പറഞ്ഞില്ല, താൻ ഞങ്ങളെ പാട്ടുണ്ടാക്കുന്ന സ്ഥലത്ത് ഇവിടെ വന്നിരുന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തില്ല, പോയിക്കോ പറയുന്ന പാട്ടുണ്ടാക്കി തന്നേക്കാന്ന് പറയുന്ന ആളായിരുന്നു. അതുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് ആരെയും ആൾ വിളിക്കില്ല. പിന്നെ നൗഷാദ് സാഹിബിൻ്റെ അടുത്ത് പറഞ്ഞ് ഐ അസിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഷഫീ സാബ് വാസ് എ ഗ്രേറ്റ് മ്യൂസിഷ്യൻ. അദ്ദേഹം ഒരു സിത്താറിസ്റ്റ് ആയിരുന്നു. ഇൻഡോറിൽ നിന്ന് ഉള്ള ആളാണ്, ഗ്വാളിയറിനൊക്കെ. ഷഫീ സാബ് ഇവിടെ വന്ന് വെസ്റ്റേൺ മ്യൂസിക്കൊക്കെ ഈ ഗോവക്കാരോട് വെസ്റ്റേൺ മ്യൂസിക് ഹാൻഡിൽ ചെയ്തിരുന്ന ഗോവയിൽ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും ഒരു ഗോവക്കാരൻ കാണും. ഇപ്പോൾ ശങ്കർ ജയകൃഷ്ണൻ, സെബാസ്റ്റ്യൻ ഡിസൂസ ഉണ്ട്. നൗഷാദ് സാഹിബിന് ഇയാൾ ആന്റണി ഗൊൺസാൽവസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മാർട്ടിൻ പിന്റോ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറൊരു അങ്കിൾ ഉണ്ടായിരുന്നു. ഓർക്കസ്ട്രയെ കൈകാര്യം ചെയ്തിരുന്നത് ഗോവക്കാരൻ. അവരില്ലെങ്കിൽ സിനിമാ സംഗീതം ഉണ്ടായില്ല. അതെനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെയാണെങ്കിൽ വെസ്റ്റേൺ മ്യൂസിക് പ്രോപ്പർലി പഠിക്കാതെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇവരൊക്കെ വായിക്കുന്നുണ്ട്, പക്ഷെ എന്തൊക്കെയോ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഒരവസ്ഥ പോലെ എനിക്കൊരു ധൈര്യം തോന്നില്ല. ഇവർ കാണിക്കുന്നതെല്ലാം ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല. ഏതായാലും അങ്ങനെ ഞാൻ നിശ്ചയിച്ചു. ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ നൗഷാദ് സാഹിബിനോട് ഗുഡ് ബൈ പറഞ്ഞു. 3 1965, 66, 67, 68, 69 അഞ്ചാമത്തെ കൊല്ലം ഞാൻ പറഞ്ഞു എനിക്ക് അമേരിക്കയിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞ് അമേരിക്കയിൽ പഠിക്കാൻ പോവുകയാണ് വെസ്റ്റേൺ മ്യൂസിക്. ഗുഡ് ബൈ പറഞ്ഞ് പിരിക്കും. ഞാൻ നേരെ അമേരിക്കയിൽ പോയി. അവിടെ ഭാഗ്യത്തിന് ന്യൂ ഓർലിയൻസ്, ഇവിടെ ന്യൂ ഓർലിയൻസ് എന്നൊക്കെ ആൾ തെറ്റിച്ച് പറയുന്ന സിറ്റിയാണ് ന്യൂ ഓർലിയൻസ്. അവിടെ എനിക്ക് ജോലി കിട്ടി. ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. അവിടെ ഞാൻ വെസ്റ്റേൺ മ്യൂസിക് ഒഫീഷ്യലായിട്ട് 4 കൊല്ലത്തെ കോഴ്സ് 2 കൊല്ലം കൂടെ തീർത്ത് വിജയകരമായിട്ട് അടുത്ത യൂണിവേഴ്സിറ്റിയിലേക്ക്
എനിക്ക് അഡ്മിഷൻ കിട്ടി. അടുത്ത യൂണിവേഴ്സിറ്റി ഈസ് കോൾഡ് കോർണൽ യൂണിവേഴ്സിറ്റി. അത് ന്യൂയോർക്ക് സ്റ്റേറ്റിലാണ്. അതായത് ന്യൂയോർക്കിലുള്ള ജൂതന്മാരുടെ പിള്ളേരൊക്കെ പഠിക്കുന്ന ഒരു സെൻറ്ററാണ്. അപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ ഹോളിവുഡ് മുഴുവൻ ജൂതന്മാരുടെ കയ്യിലാണ്. വലിയ വലിയ കമ്പനികളൊക്കെ ജൂതന്മാർ. നമ്മളിപ്പോൾ ഏത് കമ്പനി എടുത്താൽ അമേരിക്കൻ കമ്പനി അത് ജൂതൻ്റെയാണ്. തലേക്കല്ലന്മാരും വെരി സിൻസിയർ പീപ്പിളാണ് അവർ, ഹാർഡ് വർക്കർ. അപ്പോൾ ഈ പിള്ളേരുടെ കൂട്ടത്തിലേക്ക് ഞാനങ്ങ് ചെല്ലുകയാണ്. അവരോട് കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല സാർ. അവിടെ ഈ കുട്ടികൾക്ക് ജനിച്ച് വീഴുന്ന പിയാനോയുടെ അകത്തേക്കാണ്. നമ്മൾ പിയാനോ കാണുന്നത് എപ്പോഴാണ്? അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ചൊരു PhD എടുത്ത് കളയാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് എടുത്തു കഴിയുമ്പോൾ എനിക്ക് 50 വയസ്സാവും. അത്രയും വേണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാം. അങ്ങനെ കോർണൽ യൂണിവേഴ്സിറ്റിയിൽ 5 കൊല്ലം കൊണ്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കോമ്പോസിഷൻ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ ഞാൻ അവിടെ ക്വീൻസ് കോളേജ് എന്ന് പറയുന്നൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ, ഫ്ലഷിംഗ്, ന്യൂയോർക്ക്. കേട്ടിട്ടില്ല ഈ ബാഡ്മിൻ്റൺ കളിക്കുന്ന ഫ്ലഷിംഗ്? അവിടുത്തെ ഒരു പേര് കേട്ടത്തൊന്ന ഒരു കോളേജ്, ഇറ്റ്സ് കോൾഡ് ക്വീൻസ് കോളേജ്. ആക്ച്വലി ഇറ്റ്സ് എ യൂണിവേഴ്സിറ്റി എന്താണ് ഫൈനാൻസ്ഡ് ബൈ ന്യൂയോർക്ക് മുനിസിപ്പാലിറ്റി. അപ്പോൾ അവിടെ ഞാൻ ഭാഗ്യത്തിന് ഒരു ഇൻസ്ട്രക്ടറായിട്ട് കയറി. അതായത് ഏറ്റവും ഫസ്റ്റ് താഴ്ന്ന നിലവാരത്തിൽ ആസ് എ ടീച്ചർ കയറി നോൺ മ്യൂസിക് മേജേഴ്സിനെ പഠിപ്പിക്കുക. സാധാരണ പിള്ളേരെ വെസ്റ്റേൺ മ്യൂസിക് പഠിക്കുക. അങ്ങനെ 1-2 കൊല്ലം അവിടെ പഠിപ്പിച്ച് നിന്നപ്പോഴുണ്ടടാ ഒരു ഓയിൽ ക്രൈസിസ്. 1965 ഒരു ഓയിൽ ക്രൈസിസ്. കാശില്ല. അപ്പോൾ ഞാനും ഉണ്ട്, എന്നെപ്പോലെ ഫോറിനേഴ്സ് ആരുമില്ല, ഞാൻ മാത്രമേ ഇന്ത്യനുള്ളൂ. ബാക്കിയെല്ലാം അവിടെയുള്ള ജൂതന്മാരൊക്കെ തന്നെയാണ്. പിന്നെ കുറേ ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്, വെളുത്ത ആളുകൾ. അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ചെയർമാൻ ഞങ്ങളുടെ സ്റ്റാഫ് റൂമിൽ വാതിൽ വന്നിട്ട്, ബോയ്സ്, വി ഹാവ് റൺ ഔട്ട് ഓഫ് മണി, therefore don't come to teach from tomorrow. വാതിലും പൂട്ടിയാട്ടം. നാളെ മുതൽ പഠിപ്പിക്കാൻ വരണ്ടെന്ന്. കൊടിയില്ല, വടിയില്ല, ഒന്നുമില്ല, ജൈവിളിയില്ല, ഒന്നുമില്ല. എല്ലാവരും ജോലി പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്ത് ചെയ്യും, നമുക്ക് സർവൈവ് ചെയ്യണ്ടേ. എൻ്റെ ചേട്ടൻ എന്നെ സഹായിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ ചേട്ടൻ്റെ പുറകെ ഒന്നും തൂങ്ങിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാൻ കുട്ടികളെ വീട്ടിൽ പോയി പിയാനോ പഠിപ്പിക്കാൻ തുടങ്ങി. എനിക്കൊരു ബീറ്റപ്പ് ഫോക്സ് വാഗൺ എന്ന് പറയുന്ന കാറുണ്ടായിരുന്നു. അതിൽ കയറി ഞാൻ അവിടെ ഇവിടേക്ക് പരിചയമുള്ള ആളുകൾ വീട്ടിൽ പഠിപ്പിക്കും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മടുത്തു. ഞാൻ വിചാരിച്ചു ഇതിനാണോ ഞാൻ അമേരിക്കയിൽ വന്നത്, കൊച്ചുങ്ങളെ പിയാനോ പഠിപ്പിക്കാനല്ലല്ലോ, ബെറ്റർ ടു ഗോ ബാക്ക്. ഞാൻ വന്നത് വെസ്റ്റേൺ മ്യൂസിക്കും ഇന്ത്യൻ മ്യൂസിക്കും കൂടി നല്ല വിധത്തിൽ അറിവോടും ടോട്ടൽ ഗ്രിപ്പോടും കൂടി കമ്പൈൻ ചെയ്യാനാണ് ഞാൻ വന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങാം. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞിടാ, നിനക്ക് വയസ്സ് 40, ഇനി കല്യാണം കഴിച്ചില്ലെങ്കിൽ പെണ്ണിനെ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ കല്യാണമായി. കല്യാണം മെയ് മാസത്തിൽ കല്യാണം കഴിച്ചു. അപ്പോൾ എൻ്റെ ഒരു അളിയൻ പറഞ്ഞു, ആലപ്പുഴയിലുള്ള നവോദയ എന്ന് പറയുന്ന ഒരു സിനിമാക്കാർ ഒരു പുതിയ സിനിമ എടുക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്കൊരു കൈ നോക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി, പരിചയമുണ്ടായിരുന്നു. നവോദയ അപ്പച്ചനെ കണ്ടു. അപ്പം നവോദയ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, ഈ പിള്ളേർ എന്തൊക്കെയോ പറയുന്നു, മണ്ടത്തരം പറയുന്നുണ്ട്. അവർ പറയുന്നു പ്രേം നസീറും ഷീലയൊന്നും നമുക്ക് വേണ്ട, അവരെത്ര നാളായി ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു, നമുക്ക് പുതിയ ആളുകളെ കൊണ്ട് വല്ലതും ചെയ്യും. എന്നിട്ട് സാധാരണക്കാരുടെ കഥ പറയാം, ഈ തച്ചോളി അമ്പുവിനെയും പിടിച്ചിട്ട് എത്ര നാളിരിക്കും. അങ്ങനെ എന്നാലും എനിക്കറിയാം ഇത് പൊട്ടി തകരുമെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ മകൻ ജിജുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ പടം ഉണ്ടാക്കുകയാണ്. അപ്പം ഈ പിള്ളേരോട് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു വേണോട്ടോ, ഒരു കൈ നോക്കാം. അങ്ങനെ എന്നെ അവരൊരു ഈ ജിജോ, ഫാസൽ, മധുമുട്ടം, സിബി മലയിൽ എന്നൊക്കെ പറയുന്ന കുറേ യങ്സ്റ്റേഴ്സ് ഇരുന്ന ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഫാസിൽ എന്നോട് ചോദിച്ചു, ഇതിനെ ഇങ്ങനൊരു പാട്ടുണ്ട്, അതുപോലെ ഒരു പാട്ട്
ഉണ്ടാക്കാൻ പറ്റും. ഓ, ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല. ആപ്കി നസർ, യെസ്, ആപ്കി നസറോ നെ സംജ. അതെ, ഇത്ര വേഗത്തിലാണ് മറിച്ച് തോന്നി. ലിറിക്സ് കിട്ടിയപ്പോൾ നമുക്ക് വല്ലതും ചെയ്യാൻ ഒരു പ്രശ്നമില്ല. അച്ഛാ, അങ്ങനെയാണെങ്കിൽ എൻ്റെ കഥയിൽ ഒരു ചെറുപ്പക്കാരൻ ജീപ്പ് ഓടിച്ച് പോകുമ്പോൾ പുറകിൽ നിന്നൊരു പെൺകുട്ടി അയാളെ വിളിക്കുന്നത് പോലെ അയാൾക്ക് തോന്നും. അങ്ങനത്തെ ഒരു വിളിയോടുകൂടി ഒരു പാട്ട് വേണം. എങ്ങനത്തെ വിളിയാന്ന് ചോദിച്ചു. എടാ മത്തായി ഇങ്ങോട്ട് പാടാ, അല്ലെങ്കിൽ എടാ ശോശാമ്മേ, അങ്ങനെ അല്ല. അപ്പം ജിജു അങ്ങനത്തെ അല്ല, മുക്കുറ്റിപ്പൂവേ എന്നൊരു വിളി, അങ്ങനെയൊന്നുമല്ല. ഓ, മുക്കുറ്റിപ്പൂ പ്രശ്നമില്ല. മുക്കുറ്റിപ്പൂവേ മുക്കുറ്റിപ്പൂ. അപ്പോൾ അടുപ്പിച്ചു തിരുമല തൊട്ടടുത്തിരിക്കുകയാണ്. അയ്യോ, മുക്കുറ്റിപ്പൂവിനെ നമുക്ക് വേണ്ട കഥയിലേക്ക് വരണം. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ. അങ്ങനെ ഞാൻ മഞ്ഞിൽ വരുന്ന പൂക്കളിലേക്ക് പോകുന്നു.